സമരമുഖത്തിന്റെ തലതൊട്ടപ്പന്മാർ അങ്ങ് തലസ്ഥാനത്ത് അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്തൊരു സുഖമാണ്. ഇതൊക്കെ പറയിപ്പിച്ചതാണ്. എന്തിനാണ് ഇങ്ങനൊരു സമരം? ഇപ്പോൾ ഒരു സർക്കാർ വന്നു കയറി അതിനടുത്ത ദിവസം മുതലേ സമരം തുടങ്ങിയതാണ്. സമരമുഖത്തിലെ പ്രധാന പങ്കാണ് SFIക്കാർ. SFI എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അപ്പുറത്തേക്കും നിരവധി വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടി കൂടിയാണ് SFI. അതിൻ്റെ അപ്പുറത്തേക്കും ചില സമരങ്ങൾ, സമരമുഖങ്ങളിലെ ചില കാഴ്ചകൾ ഒരു അസാധാരണ അനുഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ സമരമുഖം നോക്കുകയാണെങ്കിൽ തന്നെ കേരള സർവകലാശാലയിൽ തിരഞ്ഞെടുപ്പുണ്ടായി. ആ തിരഞ്ഞെടുപ്പിൽ SFI വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം തലസ്ഥാനത്ത് നമ്മൾ കാണുന്നത് വലിയ തോതിലെ ഒരു സമര പോരാട്ടമായിരുന്നു. സമരമുഖത്തിന്റെ അപ്പുറത്തേക്കും ഒരു അടിപിടിയുടെ കേന്ദ്രമായി തന്നെ തലസ്ഥാനത്തെ മാറ്റി. അതിൽ KSU ഉണ്ടായിരുന്നു, SFIയും ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഇടതുപക്ഷം തന്നെ പറയുന്ന രക്ഷാപ്രവർത്തനവും നടന്നിട്ടുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ടു. രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ അടിയുണ്ടാകുമ്പോൾ പോലീസ് ഇടപെടുന്നതും തമ്മിൽ ആക്രമണം സംഭവിക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ്. ഈ ഒരു സ്വാഭാവികത അസ്വാഭാവികമായത് എപ്പോഴാണ്? ഈ ഒരു അടി അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം ലഭ്യമായത് SFIക്കായപ്പോഴാണ്. SFIയുടെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പ്രസിഡന്റുമാർ, സെക്രട്ടറി ഉൾപ്പെടെ പ്രധാന നേതാക്കൾക്ക് എല്ലാം, വിദ്യാർത്ഥി സംഘടനയിലെ എല്ലാവർക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റി. ആ ഒരു തോത് അല്ലെങ്കിൽ ആ ഒരു പരിക്കിന്റെ അത്രയധികം തോത് അളക്കേണ്ടതുണ്ടെങ്കിൽ ഇരു കൈയിലും പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് നേതാക്കൾ വീണ്ടും സമരമുഖത്ത് പ്രത്യക്ഷമാവുന്നതാണ് നമ്മൾ കണ്ടത്. SFIയുടെ പ്രസിഡന്റ് പറഞ്ഞൊരു വാക്യമുണ്ട്, ലാത്തി വീശിയപ്പോൾ മീനിന്റെ മണമുണ്ടായെന്ന്. അത്രയധികം തീവ്രമായിട്ടാണ് ആ ഒരു സമരമുഖത്തെ അവർ കാണുന്നത്. ആ ഒരു മീനിന്റെ മണം കിട്ടിയത് ആഭ്യന്തരമന്ത്രിക്ക് മീൻ വാങ്ങിച്ചു കൊടുത്ത പോലീസുകാരാണ് അടിച്ചതെന്ന്. അപ്പോൾ പണ്ട് ഇതുപോലെ ഒരു ലാത്തി ചാർജുകളൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പൊ ആ ഒരു ലാത്തി ചാർജിൽ മൂക്കുപൊട്ടിയും തലപൊട്ടിയും ഒക്കെ നിരവധി കക്ഷി രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനകളും ഉൾപ്പെടുന്ന ആളുകൾക്ക് പരിക്ക് പറ്റിയപ്പോൾ എന്തായിരുന്നു ഈ വിദ്യാർത്ഥി സംഘടന പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് രക്ഷാപ്രവർത്തനമാണ്. അത്തരം രക്ഷാപ്രവർത്തനത്തിൽ ചെറിയ തോതിൽ പരിക്കുകൾ പറ്റും. അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പരിക്കുകൾ എന്നാണ് കണക്കാക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ സമരമുഖത്തിൽ ഇതൊരു വലിയ ഭീകര പ്രവർത്തനമാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ പോലീസ് വിദ്യാർത്ഥി സംഘടനയെ വേട്ടയാടുന്നു ഉൾപ്പെടുന്ന നിരവധി വാചകങ്ങളാണ് പ്രധാന നേതാക്കൾ ഉൾപ്പെടെ, ഇടതുപക്ഷത്തിന്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു മീതെ ഇടുത്തിയായി വർഷിക്കുകയാണ് SFIയുടെയും ഇടതുപക്ഷത്തിന്റെയും നിലവിലെ അവസ്ഥ. ആരെയാണ് താങ്ങേണ്ടത്, ആരെയാണ് താങ്ങാതിരിക്കേണ്ടത് എന്ന് പോലും അറിയാൻ പറ്റാത്തൊരു രീതി. ഏത് സഖാവിനൊപ്പമാണ് നിൽക്കേണ്ടത്? ഇനി ഇവരുടെ ഏറ്റവും വലിയ പ്രധാനിയായ ഒരു സഖാവുണ്ട്, റഹീം സമരമുഖത്തേക്ക് ഒരു ഹീറോയിസ് പരിവേഷത്തോടെ വന്നുകൊണ്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഇരിക്കൂ സഖാക്കളെ. എവിടെ നിന്നാണ് ഈ റഹീം വന്നത്? ഈ ഒരു അടിക്ക് തുടക്കമിടുന്ന സമയത്ത് റഹീം എവിടെയായിരുന്നു? നിങ്ങളുടെ സഖാക്കൾ വീണ സമയത്ത് റഹീം എവിടെയായിരുന്നു? ആ സമയത്തൊന്നും റഹീമിനെ നമ്മൾ കണ്ടില്ല. അതിനുശേഷം സഖാക്കളെ ആശ്വസിപ്പിക്കാനും പിടിച്ചിരുത്താനും പിന്നീട് ആശുപത്രി കൊണ്ടുപോകാനും റഹീം ഉൾപ്പെടുന്ന സഖാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ വീണിട്ടുള്ള സഖാക്കളെ ഒന്നും പിടിച്ചുയർത്താനോ അല്ലെങ്കിൽ ആ സമയത്തൊന്നും ഇവരെ ആരും നമ്മൾ ആ ഒരു സമരമുഖത്തിന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അടുത്ത ദിവസം ഈ പ്ലാസ്റ്റർ ഇട്ട് വന്ന സഖാക്കൾക്ക് ഉൾപ്പെടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി നേതാക്കൾ വന്നിട്ടുണ്ട്. സമരമുഖത്തിന്റെ ഞങ്ങളാണ് സമരമുഖം, അതിന്റെ അപ്പുറത്തേക്കും ഞങ്ങളെ തകർക്കാനാകില്ല, നിങ്ങൾ ജയിച്ചു. അവസാനം ഇടതുപക്ഷം ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്, അവർ ജയിച്ചിട്ടുണ്ട്, UDF ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് ഞങ്ങൾ മരിക്കണോ എന്നാണ് അവർ ചോദിക്കുന്നത്. മരിക്കേണ്ടതില്ല, ആവശ്യമുള്ള സമരങ്ങളൊക്കെ നയിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ അപ്പുറത്തേക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നിങ്ങൾ. ആ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് ജനങ്ങൾക്ക് കൂടെ മനസ്സിലാകേണ്ട രീതിയിലാണ്. ഒരു പ്രതിപക്ഷത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു പ്രസ്താവനയാണ്, ഇനിയിപ്പോൾ തലസ്ഥാനം മുതൽ അങ്ങ് കാസർഗോഡ് വരെ സമരത്തിന്റെ മുഖമായിരിക്കും കാണാൻ പോകുന്നത്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം സമരത്തിന് ഇറങ്ങുന്ന സഖാക്കളെ ആയിരിക്കും കാണാൻ പോകുന്നത്. ഇവരിനി സ്വസ്ഥത കടത്തുകയായിരിക്കും ചെയ്യുന്നത്. ഇത്തരം വാചകങ്ങൾ ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ച നിങ്ങൾ എന്താണിപ്പോൾ കാട്ടിക്കൂട്ടുന്നത്? അതേ രീതി തന്നെ. ഒരിടത്ത് സമരം ചെയ്യുന്നു, ഒരിടത്ത് പ്രധാന നേതാക്കൾ അതിനെ പ്രതിരോധിക്കുന്നു, മറ്റിടത്ത് മറ്റ് റെയ്ഡുകളൊക്കെ നടക്കുന്നു. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്ക് ആവശ്യം ഈ സമരമുഖത്തെ പറ്റി പറയാൻ തന്നെയാണ്. ഈ ഒരു സമരം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന സഖാക്കളൊക്കെ, പ്രധാന നേതൃത്വങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഇത്തരം സമരങ്ങളുടെ പ്രധാന പങ്ക് വഹിക്കുന്ന സമയത്ത്
സ്കൂൾ തുറക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിപ്പ് നിർത്താനാണോ ഉദ്ദേശിക്കുന്നത്? പ്രധാന വിഷയങ്ങളൊക്കെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാനും SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ എന്നും ഇവിടെ നിലകൊള്ളണം. പക്ഷേ അതൊരു പ്രതികാര സമരമാകരുത്. എന്തിനെങ്കിലുമൊക്കെ ഞങ്ങൾ സമരം ചെയ്യും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഞങ്ങൾ സമരം ചെയ്യും, അങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ എങ്ങനെയാണ് ശരിയാകുന്നത് സഖാക്കളെ? ഇത് വെള്ളരിക്ക പട്ടണമൊന്നും അല്ലല്ലോ, ജനങ്ങൾ അരിയാഹാരം തന്നെയല്ലേ തിന്നുന്നത്. എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ജലപീരങ്കിക്കിടയിൽ പിടഞ്ഞു വീഴുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ നമുക്കും വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും നിങ്ങൾ ഈ പോരാടുന്ന പ്രവർത്തനം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ സമരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആ തോന്നിയ വിഷമം തിരിച്ചങ്ങ് ഉള്ളിലേക്ക് എടുക്കാനാണ് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കും ഈ ഉണ്ടായ പരിക്കുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ, യാഥാർത്ഥ്യമല്ല എന്ന് തോന്നിപ്പിക്കുന്ന പല സംഭവ വികാസങ്ങളും ഈ ഒരു രാഷ്ട്രീയ മുഖത്തുണ്ടായത് കൊണ്ട് തന്നെ ഈ പരിക്കുകൾ ഉള്ളതാണെങ്കിൽ മാത്രം നമുക്ക് അതിനോട് അനുശോചനം അർപ്പിക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കും 2 ദിവസത്തിന് ശേഷം നിങ്ങൾ തന്നെ പല നേതാക്കളെ പറ്റിയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അടികൊണ്ട് മൂക്കിൽ നിന്നും തലയിൽ നിന്നും ഒക്കെ രക്തം ഒലിക്കുമ്പോൾ ഇതൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ കൈകാലുകൾക്കുണ്ടായ പരിക്കുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ മാത്രമേ ജനങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കുള്ളൂ. 2 ദിവസം പിന്നിടുമ്പോൾ അത്രയധികം ഊർജ്ജസ്വലമായി സമരമുഖങ്ങളിലേക്ക് എത്തുന്ന നേതാക്കൾക്കപ്പുറത്തേക്കും ഇങ്ങനെ ഒരു പരിക്ക് പോലും സംഭവിച്ചിട്ടില്ല എന്ന് ജനങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ചില നേതാക്കളും ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അവരെ ഒന്നും വ്യക്തിപരമായി നമ്മളെടുത്ത് പറയുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്കും തോന്നിയതിനെല്ലാം സമരം ചെയ്യുന്ന നേതാക്കളെ ജനങ്ങൾ മടുത്തു എന്ന സത്യം കൂടി ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ തലമൂത്ത നേതാക്കൾ കുട്ടി സഖാക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാത്തിനും മൂളുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും തലയാട്ടുന്ന ജനങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. കൃത്യമായി വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞാൽ വീട്ടിലിരുത്തുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന ആ ഒരു സത്യം മനസ്സിലാക്കിയാൽ പകുതി കാര്യങ്ങൾ സഖാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പോൾ കാണുന്ന ഈ ഒരു സമരം ആവശ്യമുള്ളതാണോ? ഒരു ബഡ്ജറ്റ് പോലും അവതരിപ്പിക്കുന്നതിന് മുൻപ് ഇത്രയധികം വിഷയങ്ങളുമായി മുന്നോട്ട് വരുന്ന ഈ സമരവീഥികൾ കാണുമ്പോൾ നിങ്ങൾ തന്നെയാണ് അപഹാസ്യനാകുന്ന സത്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ആ സഖാക്കൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനിയെങ്കിലും സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായി സമരത്തിന് ഇറങ്ങാനുള്ള ആ ഒരു കാര്യം കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആ ഒരു ഉത്തരവാദിത്വമെങ്കിലും സഖാക്കൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടുന്ന ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇനിയും കാണാം, കാരണം ഇത് ഇടതുപക്ഷമല്ലേ പ്രതിപക്ഷത്തിരിക്കുന്നത്. നിരവധി സമരമുഖങ്ങളാണ് ഇനി തലസ്ഥാനത്ത് ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ കാണാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുൻപിൽ യാതൊരു സ്വസ്ഥതയും ഇല്ല, അല്ലെങ്കിൽ ഇനി ജനങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ സഖാക്കൾ മാറ്റിയെടുക്കുമോ, അതോ അതിൻ്റെ അപ്പുറത്തേക്കൊരു സമര പരമ്പരയാണോ? ഹർത്താലുകളുടെ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട ഹർത്താലുകളുടെ ഒരു പരമ്പരയില്ലേ, ആ ഒരു പരമ്പരയിലേക്കാണോ കേരളം ഇനി എത്താൻ പോകുന്നത് എന്നുകൂടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താകും ഇടതുപക്ഷത്തിന്റെ ആ ഒരു പ്രതിച്ഛായ? ഈ ഒരു കുട്ടി സഖാക്കളെ കൊണ്ട് പൊറുതിമുട്ടുന്ന പ്രതിച്ഛായയിലേക്ക് കൂടി ഇടതുപക്ഷം പോവുകയാണോ ചെയ്യുന്നത്? ഇനി ഉത്തരം മുട്ടുന്ന ഇത്തരം ചോദ്യങ്ങളായിരിക്കും ഈ കുട്ടി സഖാക്കൾ കാരണം ഇടതുപക്ഷത്തിന്റെ തലയിൽ തലവേദനയാകാൻ പോകുന്നത്.